Okay, good morning to all. So next we moving to next module, that is module 6, that is mass transfer. Okay. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്, എന്താണ് മാസ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ കംപ്ലീറ്റ് ആയിട്ട് 5 മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ 5 മൊഡ്യൂളിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ്, ദാറ്റ് ഈസ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. Okay, so next, the last module which that is purely which discuss about, that is mass transfer. Okay, first of all, എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരുടെയും കുറച്ച് തെറ്റിദ്ധാരണയുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ നമുക്കതൊന്ന് മാറ്റണം, അല്ലെ? നമുക്ക് ആദ്യം തന്നെ എല്ലാവരും കേട്ടണം എന്താണ് ആക്ച്വലി മാസ് ട്രാൻസ്ഫർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എന്താണ്, വാട്ട് ഇറ്റ് ഈസ് മാസ് ട്രാൻസ്ഫർ? ജനറലി നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവുക മാസ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ എന്നാണ്. എന്താണ് ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ? എന്താണ് ഈ ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ എന്ന് വെച്ചാൽ? ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, നമുക്കൊരു മാക്രോസ്കോപ്പിക് ലെവലിൽ ദ ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. എന്താ പറയുന്നത്? നമുക്ക് മാക്രോസ്കോപ്പിക്കലി ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യുവാണ് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക്. അതിന് നമ്മൾ ജനറലി പറയുന്ന പേരാണ് ദറ്റ് ഈസ് ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ. കിട്ടിയോ? ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ ഫ്ലൂയിഡ്, ദ മാക്രോസ്കോപ്പിക് ലെവൽ, ദ ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എന്താണ്, വൺ ലൊക്കേഷൻ ടു അനദർ. അതിനെ നമ്മൾ ജനറലി പറയുന്നതാണ് ദറ്റ് ഈസ് ബൾക്ക് ഫ്ലൂയിഡ് മോഷൻ. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ വീണ്ടും വരുന്നു. എന്താണ് ഇപ്പൊ മാസ് ട്രാൻസ്ഫർ? ഓക്കെ, മാസ് ട്രാൻസ്ഫർ എന്താണ്? അപ്പൊ മാസ് ട്രാൻസ്ഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മാസ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ നമുക്ക് ആക്ച്വലി എന്ത് വേണം? 2 റീജിയൻസ് വേണം. 2 റീജിയൻസ് അല്ലെങ്കിൽ 2 കെമിക്കൽ കോമ്പോസിഷൻസ് നമുക്ക് വേണം. 2 റീജിയൻസ് അല്ലെങ്കിൽ 2 കെമിക്കൽ കോമ്പോസിഷൻസ് നമുക്ക് വേണം. അവിടെ എന്താ ഉണ്ടാവണേ? ദ മൂവ്മെന്റ് ഓഫ് കെമിക്കൽ സ്പീഷീസ്. എന്താണ് ഉണ്ടാവുന്നത്? മൂവ്മെന്റ് ഓഫ് കെമിക്കൽ സ്പീഷീസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ റീജിയൻ ടു എന്താണ്, ലോവർ കോൺസെൻട്രേഷൻ റീജിയൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടാവുക? ദാറ്റ് ഈസ് എ മാസ് ട്രാൻസ്ഫർ എന്ന് പറയേണ്ടാവുക. ഓക്കെ, മാസ് ട്രാൻസ്ഫർ ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന പോലെ ദാറ്റ് ഈസ് എ ഒരു കണ്ടെയ്നർ എടുത്തു. കണ്ടെയ്നർ വിച്ച് ഇസ് ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ 2 പാർട്സ്. നമ്മൾ ഒരെണ്ണത്തിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ലൈക്ക് നമ്മൾ ഒരെണ്ണത്തിനകത്ത് നമ്മൾ നൈട്രജൻ ഫിൽ ചെയ്തിരിക്കുവാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു നൈട്രജന് പകരം നമ്മളിവിടെ ഓക്സിജൻ ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഓക്സിജൻ ആണ് നമ്മൾ ഫിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 2 കെമിക്കൽ സ്പീഷീസ് ആണ്, 2 കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആ സെൻട്രലിൽ നമ്മൾ മെംബ്രെയിൻ, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള മെംബ്രെയിൻ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കെമിക്കൽ സ്പീഷീസ് എന്നുള്ളത് ഒരു കോൺസെൻട്രേഷൻ, ഏതിലാണോ കോൺസെൻട്രേഷൻ ഹൈ, നമുക്ക് ഉദാഹരണം നമ്മൾ കോൺസെൻട്രേഷൻ ഏതാണോ ഹൈ, അവിടെ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യും? കെമിക്കൽ സ്പീഷീസ് മൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ജനറലി മാസ് ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. ഇതിനെയാണ് ജനറലി നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് എ മാസ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള മാസ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ഇക്വേഷനും കൂടെ നമുക്കിവിടെ പഠിക്കാം. ഫ്ലോ റേറ്റ്. ദ ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? നോർമൽ ഏരിയ ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. എന്താണ്? ദാറ്റ് ഈസ് ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? നോർമൽ ഏരിയ ആൻഡ് എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അല്ലെങ്കിൽ ദ ഫ്ലോ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. Okay, the flow rate is directly proportional to that is a concentration gradient. Concentration gradient ne base ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഫ്ലോ റേറ്റ്. ഫ്ലോ റേറ്റ് കൂടുമ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൂടും, ഫ്ലോ റേറ്റ് കുറയുമ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ നമുക്കിവിടെ പഠിക്കാം. ഫ്ലോ റേറ്റ് Q ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് K ഡിഫ്യൂഷൻ ഇൻറ്റു A ഇൻറ്റു dC by dx. ഓക്കെ, മൈനസ് K ഡിഫ്യൂഷൻ ഇൻറ്റു A ഇൻറ്റു dC by dx. ഇത് എവിടെയാണ് വരിക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഈ dC by dx നമ്മൾ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, K എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്യൂസിവിറ്റി, മൈനസ് K ഡിഫ്യൂസിവിറ്റി ആണ്. ഇത് ആസ് ലൈക്ക് നമ്മൾ നേരത്തെ പഠിച്ച, നമ്മൾ കണ്ടക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതേ ഇക്വേഷൻ റിലേറ്റഡ് ആണ്. ഓക്കെ, സോ അവിടെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, നമുക്ക് K എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? K ചിലർ നമ്മൾ D എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. അത് ഏത് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. D എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് എ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ്. ദാറ്റ് ഈസ് എ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഇൻ എ മീഡിയം. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ജനറലി നമുക്കൊന്നുകൂടെ നോക്കാം എന്താണ് ഈ മാസ് ട്രാൻസ്ഫർ. മാസ് ട്രാൻസ്ഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ 2 or more സ്പീഷീസ് ഓർ കോമ്പണന്റ്സ് ഓഫ് എ മിക്സ്ചർ. എന്താണ്?
concentration difference between two or more species or components of a mixture. Then mass transfer must occur in order to minimize the concentration difference between the system. Higher concentration region to lower concentration region. Okay, higher concentration region to lower concentration region. That means the process of transfer of mass as a result of the species concentration difference in the system or mixture. ഒരു സിസ്റ്റത്തിലോ ഒരു മിക്സ്ചറിലോ എന്താണ് ദാറ്റ് ഈസ് എ മാസ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? പ്രോസസ് ഓഫ് മാസ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ സ്പീഷ്യസ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് വേണം. ഡിഫറൻറ്റ് സ്പീഷ്യസ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് അവിടെ എന്ത് നടക്കുള്ളൂ? മാസ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, ഇൻഡസ്ട്രിയിൽ നമുക്ക് വരുമ്പോൾ സാധാരണ സെക്കൻഡ് വൺ നോക്കുക. എന്താണ്? ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ ഇൻ കൂളിംഗ് വാട്ടർ. കൂളിംഗ് ടവർ നമുക്കറിയാം, കൂളിംഗ് ടവറിനകത്ത് വാട്ടർ സ്പ്രേ ചെയ്യുന്നു അല്ലെ. അവിടെ നമുക്ക് ഹ്യൂമിഡിഫിക്കേഷൻ, നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യുകയാണ്, ഫാൻ വെച്ചിട്ടുണ്ട്, ഫാൻ്റെ ഫ്ലോ റേറ്റ് ആണ്. ഈ ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ എന്നുള്ള കൂളിംഗ് ടവർ എന്നുള്ളത് എന്താണ്? ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മാസ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇവാപറേഷൻ ഓഫ് പെട്രോൾ നോക്കാട്ടോ. ഐസി എഞ്ചിനകത്ത് ഇവാപറേഷൻ ഓഫ് പെട്രോൾ ഇൻ കാർബറേറ്റർ ഓഫ് എൻ ഐസി എഞ്ചിൻ. ഐസി എഞ്ചിനിലെ നമ്മൾ സാധാരണ പെട്രോൾ എഞ്ചിനിലെ കാർബറേറ്ററിനകത്ത് ഇവാപറേഷൻ ഓഫ് പെട്രോൾ എന്നുള്ളതും ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? മാസ് ട്രാൻസ്ഫർ ആണ്. പിന്നെയും കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നിങ്ങൾക്ക് അറിയേണ്ടാവില്ല പലർക്കും. ലിക്വിഡ് അമോണിയ, അത് അമോണിയ ദാറ്റ് ഈസ് റെഫ്രിജറേഷൻ ബൈ ഇവാപറേഷൻ ഓഫ് ലിക്വിഡ് അമോണിയ ഇൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഹൈഡ്രജൻ ഇൻ എ ഇലക്ട്രോളിക്സ് റെഫ്രിജറേറ്റർ. നമ്മൾ ഇലക്ട്രോളിക്സ് റെഫ്രിജറേഷന്റെ കേസാണ്. അതിൽ ഇവാപറേഷൻ ഓഫ് ലിക്വിഡ് അമോണിയ എന്നുള്ളത് ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ. ഓക്കെ, അത് ചിലപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് അറിയേണ്ടാവില്ല, നോക്കിപ്പോവാം. അതുപോലെ തന്നെ ന്യൂട്രോൺ ഡിഫ്യൂഷൻ വിത്തിൻ ന്യൂക്ലിയർ റിയാക്ടർ ഒന്ന് നോക്കിപ്പോവാ. ഇതൊക്കെയാണ് നമുക്ക് സാധാരണ വരുന്ന എക്സാമ്പിൾ. നമുക്ക് ഡേ ടു ഡേ ലൈഫിനകത്ത് വരുവാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ, അതായത് നമ്മൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പറയുമ്പോഴാണ് ഇത് എങ്ങനെയാണ് മാസ് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാവുക. നോക്കാം. സോ എന്താ പറയുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ആഡ് ടു എ കപ്പ് ഓഫ് കോഫി. ഒരു കപ്പ് ഓഫ് കോഫിയിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? മാസ് ട്രാൻസ്ഫർ ആണ്. അത് ഞാൻ പറയാം. ദെൻ സെപ്പറേഷൻ ഓഫ് കോമ്പണൻസ് ഓഫ് എ മിക്സ്ചർ ബൈ ഡിസ്റ്റിലേഷൻ ഓർ അബ്സോർപ്ഷൻ. നമ്മൾ രണ്ട് കോമ്പണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക ഒരു മിക്സ്ചറിനകത്ത്. മിക്സ്ചറിനെ നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക ബൈ അബ്സോർപ്ഷനോ ഡിസ്റ്റിലേഷനോ. അതെന്താണ്? ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മാസ് ട്രാൻസ്ഫർ ആണ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ഡ്രൈ എയർ. വാട്ടർ വേപ്പർ ഉണ്ട്, ആ വാട്ടർ വേപ്പറിനെ നമ്മൾ കുറച്ചുകൂടി ഹീറ്റ് വരുമ്പോൾ ഡ്രൈ എയർ ആവും, അല്ലെങ്കിൽ ഡ്രൈ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഡ്രൈയിങ് ആൻഡ് ഇവാപറേഷൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ എൻ മാസ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ ഉണ്ട് ഡിഫ്യൂഷൻ ഓഫ് സ്മോക്ക് ത്രൂ എന്താണ്? ടോൾ ചിമ്മിനീസ് ഇൻ ടു എൻവിറോൺമെന്റ്. നമ്മുടെ സ്മോക്ക് ഉണ്ടല്ലോ, ചിമ്മിനി, നമ്മുടെ ഓട്ട് കമ്പനി ഓർ ലൈക്ക് അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഈ സ്മോക്ക്, ഡിഫ്യൂഷൻ ഓഫ് സ്മോക്ക്, അവിടെ നിന്ന് എന്താണ്? ഈ ചിമ്മിനിന്ന് എൻവിറോൺമെന്റിലേക്ക് പോകുന്നത്. അതും ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? മാസ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മാസ് ട്രാൻസ്ഫർ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. എന്താണ് മാസ് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ജനറലി അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എടുക്കുന്നത്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായി തന്നെ ആലോചിക്കുന്നത് എന്താ? ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ. ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് എന്താണ്? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഓർത്ത് വയ്ക്കുക, എന്താണ്? ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അപ്പോ മാസ് ട്രാൻസ്ഫറിന്റെയോ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്താ? അവിടെ എന്താ? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കോൺസെൻട്രേഷൻ ചേഞ്ച് അല്ലേ? അപ്പൊ ഓർത്ത് വയ്ക്കുക, മാസ് ട്രാൻസ്ഫറിന്റെ എന്താണ്? ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. രണ്ട് കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് അടുത്തതും പറയണേ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റ് അല്ലേ രണ്ടാമത്തെ പോയിന്റ്? എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് റെസിസ്റ്റൻസ്. ഹീറ്റ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്? അതിനകത്തുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനെയും അതിന്റെ റെസിസ്റ്റൻസിനെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഹീറ്റ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം നമ്മൾ എടുക്കുവാണ് മാസ് ട്രാൻസ്ഫർ വരുമ്പോഴോ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മാസ് ട്രാൻസ്ഫർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ്. കോൺസെൻട്രേഷൻ ഡിഫറൻസിനെയും റെസിസ്റ്റൻസിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് എ മാസ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് നമുക്ക് കിട്ടി. നോക്കാം. ഇനി നമുക്കറിയാം മാസ് ട്രാൻസ്ഫർ ഒക്കേഴ്സ്. മൂന്നാമത്തെ പോയിന്റ്, മാസ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. എങ്ങനെയാണ്? മാസ് ട്രാൻസ്ഫർ അല്ല, ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ പറയണ്ടല്ലേ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു. അതിനകത്ത് പറയണ്ടല്ലേ എങ്ങനെയാ പറയണത്? ലോവർ ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആവോ? അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ആവണമെങ്കിൽ എന്ത് വേണം?
എക്സ്റ്റേണൽ വർക്ക് വേണം. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ സാധാരണ നടക്കുന്ന എവിടുന്ന ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. അതേപോലെ തന്നെയാണ് മാസ് ട്രാൻസ്ഫർ. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? മാസ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. കിട്ടിയോ എല്ലാവർക്കും? മാസ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇൻ അഡീഷൻ വിത്ത് ദാറ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഹീറ്റ് കണ്ടക്ടിവിറ്റി. എന്താണ്? ഹീറ്റ് കണ്ടക്ടിവിറ്റി, കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. അതുപോലെ തന്നെ മാസ് ട്രാൻസ്ഫറിനകത്ത് നമുക്ക് വരുന്നതാണ് മാസ് ഡിഫ്യൂസിവിറ്റി. മാസ് ഡിഫ്യൂസിവിറ്റി നമുക്ക് നോക്കാം. Conduction heat transfer is a molecular phenomenon and thermal conductivity is a material property. അതന്നെ ഞാൻ പറഞ്ഞത്. അതന്നെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ മോളിക്കുലർ ഫിനോമിന ആണ്. ദാറ്റ് ഈസ് എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി ആണ് മെറ്റീരിയൽ പ്രോപ്പർട്ടി. അതേപോലെ തന്നെ നമ്മൾ എടുക്കുവാണ് മാസ് ട്രാൻസ്ഫറിലെ കേസ്. അവിടെ വരുന്നത് എന്താണ്? ഡിഫ്യൂഷൻ മാസ് ട്രാൻസ്ഫർ വരുന്നത്. അവിടെ എന്താണ്? അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഡിഫ്യൂഷൻ മാസ് ട്രാൻസ്ഫർ is a molecular phenomenon same as this molecular phenomenon and diffusion coefficient is a property of combination of species and medium. ഓക്കെ, ഡിഫ്യൂഷൻ മാസ് ട്രാൻസ്ഫറിൽ ഇതൊരു മോളിക്കുലർ ഫിനോമിന ആണ്. അവിടെ എന്താ പ്രത്യേകത? ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ് അവിടെ നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്പീഷീസ് ആൻഡ് മീഡിയം. അപ്പൊ ഇത്രയും പോയിന്റുകൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് മാസ് ട്രാൻസ്ഫർ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്തൊരു പോയിന്റ് ആണ് എന്താണ് മോഡ്സ് ഓഫ് മാസ് ട്രാൻസ്ഫർ. മോഡ്സ് ഓഫ് മാസ് ട്രാൻസ്ഫർ നമുക്കറിയാം. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചു അല്ലെ. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? നമ്മൾ പഠിച്ചതാണ് കണ്ടക്ഷൻ അല്ലെ, കണ്ടക്ഷൻ, അടുത്തത് കൺവെക്ഷൻ, അടുത്തത് ദെൻ റേഡിയേഷൻ. ഇതാണ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതേപോലെ തന്നെ ദാറ്റ് ഈസ് റിലേറ്റഡ് ആണ് കേട്ടോ ഇതെല്ലാം. അതുപോലെ തന്നെ മോഡ്സ് ഓഫ് മാസ് ട്രാൻസ്ഫറിനും എന്തുണ്ട്? മാസ് ട്രാൻസ്ഫറിനും മോഡ്സ് ഉണ്ട്. ആ മോഡ്സ് ഓഫ് മാസ് ട്രാൻസ്ഫർ വരുന്നതാണ് എന്തൊക്കെ വരുന്നുണ്ടാവുക? ഡിഫ്യൂഷൻ, ആലോചിക്കുക, പറയാട്ടോ. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ, രണ്ടാമത്തെ കൺവെക്ഷൻ, മൂന്നാമത്തെ ഫേസ് ചേഞ്ച്. കിട്ടി? 3 പോയിന്റ് കിട്ടിയോ? ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ എന്തൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആണ്. അതുപോലെ തന്നെ മാസ് ട്രാൻസ്ഫറിന് എന്താ വരുന്നുണ്ടാവുക? ഡിഫ്യൂഷൻ, കൺവെക്ഷൻ ആൻഡ് ഫേസ് ചേഞ്ച്. നമുക്ക് ഇനി 1 by 1 ആയിട്ട് നോക്കാം. എന്താണ് ഡിഫ്യൂഷൻ? നമുക്കറിയാം ദാറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഓൺ എ മൈക്രോസ്കോപ്പിക് ലെവൽ. Transport of water on a microscopic level as a result of diffusion from a region of higher concentration to region of lower concentration in a system or mixture of liquid or gases is called molecular diffusion. Okay, അപ്പോൾ നമ്മൾ സാധാരണ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്തൊക്കെ ട്രാൻസ്ഫർ വരാറുണ്ട്? ഒരു മിക്സ്ചർ ആവാം, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ആവാം, ഒരു ഗ്യാസ് ഒക്കെ നമുക്ക് എന്ത് വരാറുണ്ട്? ട്രാൻസ്ഫർ വരാറുണ്ട്. അത് ആക്ച്വലി ഡിഫ്യൂഷൻ ആണ്. പക്ഷെ അവിടെ എന്ത് പ്രത്യേകതയുണ്ട്? അവിടെ എന്താ പ്രത്യേകത വരുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഓൺ എ മൈക്രോസ്കോപ്പിക് ലെവൽ. ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഓൺ എ മൈക്രോസ്കോപ്പിക് ലെവൽ. എന്താണ് മൈക്രോസ്കോപ്പിൽ? അതവിടെ നിൽക്കട്ടെ. ആസ് എ റിസൾട്ട് ഓഫ് ഡിഫ്യൂഷൻ ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ എന്താണ്? ലോവർ കോൺസെൻട്രേഷൻ ഇൻ എ സിസ്റ്റം ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസസ് ഈസ് കോൾഡ് മോളിക്കുലർ ഡിഫ്യൂഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് നടക്കണേന്ന് നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ സബ്സ്റ്റൻസ് ഡിഫ്യൂസസ് ത്രൂ എ ലെയർ ഓഫ് stagnant fluid and may be due to concentration, temperature or pressure gradient. Okay, in a gaseous mixture, molecular diffusion occurs due to random motion of molecule. Okay, random motion of molecule. അപ്പൊ ഇതാണ് ആക്ച്വലി എന്ത് വരുന്നുണ്ടാവുക? മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടക്ഷൻ പറയുമ്പോൾ ദാറ്റ് ഈസ് പ്യുവർലി ഡിപ്പെൻസ് ഓൺ കണ്ടക്ടിവിറ്റി. ഇവിടെ നമുക്ക് ഡിഫ്യൂഷൻ വരുമ്പോൾ ഇവിടെ പ്യുവർലി ഡിപ്പെൻസ് ഓൺ എന്താണ്? ഡിഫ്യൂസിവിറ്റി. ഓക്കെ, അല്ലെങ്കിൽ മോളാർ ഡിഫ്യൂസിവിറ്റി. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് വരുന്നതാണ് കൺവെക്ഷൻ. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സെയിം ആസിഡ് കൺവെക്ഷൻ. നമുക്കറിയാം കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് പ്ലേറ്റും
ഒരു പ്ലേറ്റും ഒരു സർഫസും അതിലൂടെ മുകളിൽ നമ്മളൊരു ഫ്ലൂയിഡും കൂടെ ഫ്ലോ ചെയ്യുന്നു. ദാറ്റ് ഈസ് എന്താണ്? കൺവെക്ഷൻ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മാസ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ഇൻവോൾവ്സ് എന്താണ്? ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ മൂവിംഗ് ഫ്ലൂയിഡ് ആൻഡ് എ സർഫസ് അല്ലെങ്കിൽ ഓർ ബിറ്റ്വീൻ ടു റിലേറ്റീവ്ലി ഇംമിസിബിൾ മൂവിംഗ് ഫ്ലൂയിഡ്. ഓക്കെ, രണ്ട് ഫ്ലൂയിഡുകൾ തമ്മിലോ ഒരു സർഫസും ഒരു ഫ്ലൂയിഡും തമ്മിലോ ഉണ്ടാവുന്ന കൺവെക്ഷൻ ട്രാൻസ്ഫർ ആണ് എന്തിനകത്ത് പറയുന്നത്? കൺവെക്ഷൻ. ഇവിടെ കൺവെക്ഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ട്രാൻസ്ഫർ നമ്മൾ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നു. മാസ് ട്രാൻസ്ഫർ ഇങ്ങനെയും ഉണ്ടാവാം. ഓക്കെ, ദ കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ്സ് ഓൺ എന്തായിരിക്കും? ദ ട്രാൻസ്പോർട്ട് പ്രോപ്പർട്ടീസ് ആൻഡ് ഓൺ ഡൈനാമിക്, ദാറ്റ് ഈസ് ലാമിനാർ ആണോ ടർബുലന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ഫ്ലൂയിഡിനുള്ളത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് വളരെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഇവാപറേഷൻ ഓഫ് എന്ത് വേണമെങ്കിലും ആവാം, എന്തെങ്കിലും ഒരു സംതിങ് എന്തെങ്കിലും ഒരു സാധനം കേട്ടോ. അപ്പൊ അതെന്താണ്? ദാറ്റ് ഈസ് എ മാസ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ആണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നമുക്ക് വരുന്നതാണ് മാസ് ട്രാൻസ്ഫർ ബൈ ഫേസ് ചേഞ്ച്. ഓക്കെ, എങ്ങനെയാണ്? മാസ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് whenever a change from one phase to another phase take place. മാസ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഡ്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ലിക്വിഡ് എന്തായി പോകുന്നു? വേപ്പർ ആയിട്ട് പോകുന്നു. അവിടെ ഫേസ് ചേഞ്ച് ആണ്. അവിടെ നമുക്ക് എന്താ നടക്കുന്നത്? മാസ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. Okay, so the mass transfer in such a case occurs due to simultaneous action of എന്താണ്? Convection and diffusion. മനസ്സിലായോ? ഈ ഫേസ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരിക്കലും അത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ഫേസ് ചേഞ്ച് എന്ന് മാത്രം പറയാൻ പറ്റും. അവിടെ എന്തൊക്കെയുണ്ട്? ആക്ച്വലി അവിടെ കൺവെക്ഷനും ഉണ്ട്, ഡിഫ്യൂഷനും ഉണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എന്താണ്? ഹോട്ട് ഗ്യാസസ് എസ്കേപ്പിംഗ് ഫ്രം ദ ചിമ്മിനി റൈസ്. ഹോട്ട് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? ചിമ്മിനി റൈസിന് എസ്കേപ്പ് ചെയ്യുന്നു by convection and then diffuse into the air above the chimney. എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്ന ആ ഹോട്ട് ഗ്യാസ് എയറിൽ എന്ത് ചെയ്യുന്നു? ഡിഫ്യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? പുറത്തേക്ക് വരുന്ന ഹോട്ട് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? എയറിനകത്ത് എന്ത് ചെയ്യുവാണ്? ഡിഫ്യൂസ് ചെയ്യുവാണ്. അതൊന്ന് എക്സാമ്പിൾ. രണ്ടാമത്തെ, mixing of water vapor with air during evaporation of water from the lake surface by convection and partly diffusion. നമ്മൾ ലേക്ക് സർഫസ് എടുക്കുവാണ്. അവിടെ എന്താണ്? മിക്സിംഗ് ഓഫ് വാട്ടർ വേപ്പർ വിത്ത് എയർ ഡ്യൂറിങ് ഇവാപറേഷൻ ഓഫ് വാട്ടർ. മനസ്സിലായോ? അതാണ് അടുത്തത്. നമ്മൾ ലേക്ക് സർഫസ് എടുത്തു. അവിടെ എന്ത് ചെയ്യുന്നു? വാട്ടർ വേപ്പറും എയറും കൂടെ മിക്സ് ചെയ്യുന്നു. വാട്ടർ വേപ്പറും എയറും കൂടെ മിക്സ് ചെയ്യും. നമുക്കറിയാലോ ലേക്ക് സർഫസിൽ നമ്മൾ സാധാരണ സോളാർ റേഡിയേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ അവിടെ ഒരു ലെയർ നമുക്ക് വെള്ളമുണ്ട് അല്ലെ, വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ വാട്ടറിന് അതിങ്ങനെ ഇവാപറേറ്റ് ചെയ്യുന്നു. അതും എയറും തമ്മിലാണ് അവിടെ എന്തുണ്ടാവുന്നത്? മിക്സ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്? വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോവാണ്. അത് അടുത്തൊരു കേസ്. അവിടെ എന്ത് വരുന്നുണ്ട്? കൺവെക്ഷനും വരുന്നുണ്ട്, ഡിഫ്യൂഷനും ഉണ്ട്. അതുപോലെ തന്നെ ബോയിലിംഗ് ഓഫ് വാട്ടർ ഇൻ ഓപ്പൺ എയർ. ബോയിലിംഗ് ഓഫ് വാട്ടറിന് നമ്മൾ സാധാരണ ഒരു പാത്രം, ഒരു പോട്ട് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ അതിനകത്ത് വെള്ളം ഓപ്പൺ എയറിൽ വെച്ച് നമ്മൾ ബോയിൽ ചെയ്യുവാണ്. അപ്പൊ എന്താ ഉണ്ടാവണേ? ഫസ്റ്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം ലിക്വിഡ് ടു വേപ്പർ സ്റ്റേറ്റ്. ആദ്യം എന്ത് ചെയ്യും? ആ ഹീറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? ലിക്വിഡിന് വേപ്പർ സ്റ്റേറ്റിലേക്ക് വരും. ആൻഡ് ദെൻ ദ വേപ്പർ മാസ് ഫ്രം ദ ലിക്വിഡ് ഇന്റർഫേസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഓപ്പൺ എയർ. എന്ത് ചെയ്യുന്നു? ഓപ്പൺ എയർ ബൈ കൺവെക്ഷൻ ആസ് വെൽ ആസ് ഡിഫ്യൂഷൻ. നമ്മള് ചായ തിളപ്പിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കത്തില്ലേ? അപ്പൊ എന്താ ഉണ്ടാവണം? അത് ഹീറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും? വെള്ളം ഇവാപറേറ്റ് ചെയ്യും. ആ ഇവാപറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൺവെക്ഷൻ വഴി എയറിലേക്ക് പോകും. ഇത് തന്നെയാണ് അവിടെ പറയുന്നത് കൺവെക്ഷനും അതുപോലെ തന്നെ ഡിഫ്യൂഷനും കാരണമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? മോഡ്സ് ഓഫ് മാസ് ട്രാൻസ്ഫർ വരുന്നുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ് മാസ് ട്രാൻസ്ഫർ? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് മാസ് ട്രാൻസ്ഫർ? കിട്ടിയല്ലോ. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? മോഡ്സ് ഓഫ് മാസ് ട്രാൻസ്ഫർ ആണ്. 3 മോഡ്സ് ആണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എന്താ? ഒന്നുകൂടി പറ. ഡിഫ്യൂഷൻ. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഡിഫ്യൂഷൻ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താ? ഓർമ്മയുണ്ടോ? ഡിഫ്യൂഷൻ കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? കൺവെക്ഷൻ പറഞ്ഞു. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ഫേസ് ചേഞ്ച്. ഓർത്ത് വയ്ക്കാം. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മോഡ്സ് എന്താണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇവിടെ എന്തൊക്കെയാ വരുന്നുണ്ടാവുക? ഒന്നുകൂടെ ഓർത്ത് വെച്ചേ. പറഞ്ഞേ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മാസ് ട്രാൻസ്ഫർ നോക്കാം. എന്തൊക്കെയാ പറഞ്ഞത്? ഡിഫ്യൂഷൻ, കൺവെക്ഷൻ, ഫേസ് ചേഞ്ച്. ഓക്കെ,
അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. എന്താണ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ജനറലി എല്ലാവർക്കും അറിയാം കോൺസെൻട്രേഷൻ. നമുക്ക് നോക്കാം. മാസ് കോൺസെൻട്രേഷൻ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി ആണ്. മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി. മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി. ഓക്കെ, മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റിയിൽ നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് CA ആണ്. മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി. അപ്പൊ മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി നമ്മൾ മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റോ എ ആണ്. റോ എ ഓഫ് സ്പീഷ്യസ് എ. മാസ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് റോ എ ഓഫ് സ്പീഷ്യസ് എ ഇൻ മൾട്ടി കോമ്പണന്റ് മിക്സ്ചർ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? മാസ് ഓഫ് എ പെർ യൂണിറ്റ് വോളിയം എന്ന് വെച്ചാൽ എന്താ? ഇതാണ് നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഉദാഹരണം നമ്മൾ എടുക്കാം. മാസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ യൂണിറ്റ് വോളിയം. ഇതാണ് എന്ത് പറയുന്നത്? മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കിട്ടിയല്ലോ. ഓക്കെ, ജനറലി ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ജനറലി ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിട്ടി മാസ് കോൺസെൻട്രേഷൻ. ഇനി അടുത്തത് നമ്മൾ പറയുകയാണ് മോളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളാർ ഡെൻസിറ്റി. മാസ് കോൺസെൻട്രേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റോ എ ആണ്. റോ എ ദാറ്റ് ഈസ് ഈക്വൽ ടു MA ഡിവൈഡഡ് ബൈ V. നമുക്കത് ഡിസ്കസ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിഫൈൻഡ് ആസ് എന്താണ്? മാസ് ഓഫ് എ പെർ യൂണിറ്റ് വോളിയം ഓഫ് മിക്സ്ചർ. യൂണിറ്റ് വോളിയം ഓഫ് മിക്സ്ചർ. ഓക്കെ ആണല്ലോ. ഡെൻസിറ്റി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മോളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളാർ ഡെൻസിറ്റി. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? മോളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോളാർ ഡെൻസിറ്റി. അപ്പൊ നമുക്ക് നോക്കാം. മോളാർ കോൺസെൻട്രേഷൻ CA, molar concentration CA of species A, molar concentration that is CA of species A is defined as എന്താണ്? Number of moles of a species per unit volume of a mixture. So, number of moles of a species divided by unit volume of a mixture. കിട്ടിയോ? നമ്പർ ഓഫ് മോൾസ് പലതരത്തിൽ ആൾക്കാർ എഴുതും. അതൊക്കെ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സ്പീഷ്യസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് മിക്സ്ചർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സ്പീഷ്യസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് മിക്സ്ചർ. അപ്പൊ ഇതും ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എന്താണ്? കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം മോൾ ആണ് എന്തെന്നുള്ളത്? നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. മാസ് കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് റോ എ, ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് CA. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചെറിയൊരു റിലേഷൻ ആണ്. ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ മാസ് കോൺസെൻട്രേഷൻ ആൻഡ് എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ റോ എയും അതുപോലെ തന്നെ CAയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റോ എയും CAയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് താഴെ എഴുതാം. മോളാർ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് CA ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് CA ഈക്വൽ ടു എന്താണ്? റോ എ ഡിവൈഡഡ് ബൈ MA. റോ എ ഡിവൈഡഡ് ബൈ MA എന്താ വരണ്ടാവുക? ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ മാസ്. ഓക്കെ, റോ എ ഡിവൈഡഡ് ബൈ MA. റോ എ ഡിവൈഡഡ് ബൈ MA. കാരണം വോളിയം ക്യാൻസൽ ആയി പോയില്ലേ? വോളിയം ക്യാൻസൽ ആയി പോയില്ലേ? സാധാരണ നമ്മൾ ഇത് എടുക്കുവാണ്, രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാരണ വരുവാണെങ്കിൽ എങ്ങനെ വരുന്നുണ്ടാവുക നോക്കാം. MA by V that is equal to NA by V. ഇത് രണ്ടും ഇക്വേറ്റ് ആണെങ്കിൽ സോ നമുക്ക് അതല്ല നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യല്ല. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് എന്താ? എങ്ങനെയാണ് ഇതിന്റെ റിലേഷൻ കണ്ടുപിടിക്കുക? സോ മോളാർ കോൺസെൻട്രേഷൻ CA that is equal to എന്താണ്? റോ എ ബൈ MA. സോ മാസ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ കോമ്പണന്റ്. സോ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇതിനെ എഴുതുന്ന വേറെ തരത്തിൽ എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു ചിലവര് NA by M എന്ന് എഴുതും. NA by M അത് കുറെ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇതിലേക്കൊന്നും പോകണ്ട. സോ CA ദാറ്റ് ഈസ് ഈക്വൽ ടു റോ എ ബൈ MA. റോ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ എന്താണ്? MA എന്ന് വെച്ചാൽ എന്താണ്? മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ കോമ്പണന്റ് A. മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ കോമ്പണന്റ് A. ഇനി നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കാര്യങ്ങളോട് എടുത്തു പറഞ്ഞു പോവാം. എന്താണ് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ? കോൺസെൻട്രേഷൻ എന്താണെന്ന് മനസ്സിലായി, മാസ് കോൺസെൻട്രേഷനും മോളാർ കോൺസെൻട്രേഷനും എന്താണെന്ന് മനസ്സിലായി, മാസ് കോൺസെൻട്രേഷനും മോളാർ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായി.
ഓക്കെ, ഇനി നമ്മൾ ചെറിയ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചെറിയ കുറച്ച് ബേസിക് ഫാക്ട്സ് അല്ലെങ്കിൽ ഡെഫിനേഷൻസ് ആണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് വാട്ട് ഈസ് ദാറ്റ് മാസ് ഫ്രാക്ഷൻ. മാസ് ഫ്രാക്ഷൻ എം എ. മാസ് ഫ്രാക്ഷൻ എം എ സ്റ്റാർ ആണ് കേട്ടോ മാസ് ഫ്രാക്ഷൻ. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മാസ് കോൺസെൻട്രേഷൻ ഓഫ് എ സ്പീഷീസ് ടു ടോട്ടൽ മാസ് ഡെൻസിറ്റി. കണ്ടോ, മാസ് കോൺസെൻട്രേഷൻ ആണ് റോ എ ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ മാസ് ഡെൻസിറ്റി. കിട്ടിയോ? എന്താ പറയുന്നത്? മാസ് ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് റോ എ ഡിവൈഡഡ് ബൈ റോ. മാസ് ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, മാസ് ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യണത് എങ്ങനെയാണ്? എം എ ആണ് അല്ലെങ്കിൽ എം എ സ്റ്റാർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് റോ എ ബൈ റോ. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഫാക്ട് ആണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എക്സ് എ, മോൾ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സി എ ബൈ സി. സോ ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് ഈസ് എന്താ പറയാ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എന്താണ് എന്താണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ മിക്സ്ചർ. ഓക്കെ, സോ എക്സ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സി എ ബൈ സി. സോ എന്താണ് ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ മിക്സ്ചർ. കിട്ടിയല്ലോ, ഈ 2 പോയിന്റ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി ബൈനറി മിക്സ്ചർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ബൈനറി മിക്സ്ചർ, ഒരേ ഇതിന്റെ ബൈനറി മിക്സ്ചർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബൈനറി മിക്സ്ചർ ഓഫ് എ ആൻഡ് ബി ബൈ ഡെഫിനിഷൻ ദ ഫോളോയിങ് സമ്മേഷൻ റൂൾസ് ആണ്. നമ്മളൊരു ബൈനറി മിക്സ്ചർ ആണ്, യൂണിനറി അല്ല ബൈനറി മിക്സ്ചർ. ബൈനറി മിക്സ്ചർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സോ അവിടുത്തെ കേസിൽ നമുക്ക് വരുന്നതാണ് ഒന്ന് വരുന്നത് എന്താ മാസ് കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് മാസ് കോൺസെൻട്രേഷൻ ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മാസ് കോൺസെൻട്രേഷൻ ഓഫ് ടോട്ടൽ മിക്സ്ചർ. ഒരു മിക്സ്ചർ എടുക്കുവാണെങ്കിൽ അതിൽ 2 കോമ്പണൻസ് ഉണ്ടെങ്കിൽ മാസ് കോൺസെൻട്രേഷൻ എന്നത് എ പ്ലസ് മാസ് കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നതാണ് മാസ് കോൺസെൻട്രേഷൻ ഓഫ് എ മിക്സ്ചർ. അതുപോലെ തന്നെ നമുക്കറിയാം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നതാണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ മിക്സ്ചർ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമുക്ക് എടുക്കാം മാസ് ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മാസ് ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ എത്രയായിരിക്കും 1 ആയിരിക്കും. എന്താ വരുന്നുണ്ടാവുക? മാസ് ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മാസ് ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് 1 തന്നെയാണ് എന്ന് പറയുന്നത് എന്താണ് 1 തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫ്രം എന്താണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. നമുക്കറിയാം ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് എ കോൺസ്റ്റുവന്റ് ഇൻ ദാറ്റ് മിക്സ്ചർ. നമ്മൾ 2 കോമ്പണന്റ് ആണെങ്കിൽ ടോട്ടൽ പ്രഷർ എന്നുള്ളത് പി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പി എ പ്ലസ് പി ബി. എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പി എ പ്ലസ് പി ബി എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് എ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് ബി. കിട്ടിയോ? അടുത്തത് നമുക്കറിയാം ഫോർ പെർഫെക്റ്റ് ഗ്യാസ് ലോ നമ്മൾ സാധാരണ പറയാ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നാണ്. അത് ഞാൻ ഇവിടെ എടുത്ത് പറയാം. പി വി ഈക്വൽ ടു അത് തന്നെയാണ്, ദാറ്റ് ഈസ് അതിന്റെ ഫോം തന്നെയാണത്. പി എ ഇൻറ്റു വി ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എ ഇൻറ്റു ജി ടി എന്ന് പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ശ്രദ്ധിക്കുക, ജി എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. എൻ ജി ടിയിലെ ജി എന്ന് വെച്ചാൽ എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 8314 എന്താ പറയുണ്ടാവുക ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. ഓക്കെ, എന്താന്നൊക്കെ പറയാം. സോ പി വി ഈക്വൽ ടു എൻ ആർ ടി സെയിം ഇക്വേഷൻ തന്നെയാണ്. സോ പി എ ഇൻറ്റു വി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് എൻ എ ഇൻറ്റു ജി ഇൻറ്റു ടി. ഫ്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രം ദിസ് സി എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് എൻ എ ബൈ വി ആണ്. കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷൻ സി എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം അല്ലേ, നമ്പർ ഓഫ് മോൾസ് ബൈ വി ആണ്. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പി എ ബൈ ജി ടി ആണ്. പി എ എന്ന് വെച്ചാൽ പ്രഷർ ഓഫ് എ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ടി, പി ബൈ ആർ ടി സി ഈക്വൽ ടു എന്താണ് പി ബൈ ആർ ടി. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പി എ ബൈ ജി ടി. സോ അപ്പൊ സി എന്ന് വെച്ചാൽ എന്താണ് എൻ എ ബൈ വി ആണ്. അതേപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് പി എ ബൈ ജി ടി ആണ്. ജി എന്ന് വെച്ചാൽ എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതേസമയം എക്സ് എ എന്ന് പറഞ്ഞാൽ എന്താ ദാറ്റ് ഈസ് എന്താണ് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സി എ ബൈ സി ആണ്. സി എ ബൈ സി ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് എ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ മിക്സ്ചർ. സോ നമുക്ക് സി എക്ക് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു സി എന്ന് വെച്ചാൽ എന്താ പി എ ബൈ ജി ടി ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ എന്താ പി ബൈ ജി ടി. പി എ ബൈ ജി ടി ഡിവൈഡഡ് ബൈ
P by GT. അപ്പോൾ ഈ GT എന്തായി ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ ഉള്ളത്? XA എന്ന് പറഞ്ഞാൽ that is a mole fraction. That is mole fraction that is equal to എന്താണ്? PA by P. So that is a partial pressure of A divided by partial pressure of അല്ലെങ്കിൽ mixture. ഓക്കെ, കിട്ടിയോ? അഗെയിൻ അടുത്തൊരു ഇക്വേഷൻ ആണ്, അടുത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ബൈനറി മിക്സ്ചർ എടുക്കുവാണെങ്കിൽ അവിടുത്തെ കോൺസെൻട്രേഷൻ സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ട് കോമ്പണൻസ് ആണ്, രണ്ട് കോമ്പോസിഷൻ ആണ്, രണ്ട് കോൺസ്റ്റിറ്റ്യൂൻസ് ആണെങ്കിൽ CA plus CB ആയിരിക്കും. സി ഈക്വൽ ടു എന്താണ്? CA plus CB ആയിരിക്കും. അതേസമയം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു CA എന്ന് പറഞ്ഞാൽ എന്താ? PA by GT ആണ്. അതുപോലെ തന്നെ CB എന്ന് പറഞ്ഞാൽ എന്താ? PB by GT ആണ്. സോ PA plus PB നമുക്ക് എന്തായാലും എടുക്കാം? P ആയിട്ട് എടുക്കാം. സോ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് C ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? P by GT ആണ്. P by GT ആണ്. G എന്ന് വെച്ചാൽ എന്താണ്? താഴെ നോക്കാം. G എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? M into R ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വാല്യൂ എത്രയാണ്? 8314 ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. ഓക്കെ, ജൂൾ പെർ കിലോഗ്രാം മോൾ കെൽവിൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2-3 കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻ അഡീഷൻ വിത്ത് നമുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ ജസ്റ്റ് കോൺസെൻട്രേഷന്റെ ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.